ഇന്ന് യാമിക്കുട്ടിയുടെ രാവിലത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ. ഒരു കുഞ്ഞു മിനി വ്ളോഗ്. രാവിലെ ഞാനവൾക്ക് പുഴുങ്ങിയൊരു കോഴിമുട്ട കൊടുക്കൂട്ടോ. അത് ഞാൻ കുളിപ്പിക്കുന്ന സമയത്താ കൊടുക്കുക. അതെന്താ ആ സമയത്ത് കൊടുക്കണ വെച്ചിട്ടുണ്ടെങ്കിൽ നിലത്ത് വീണാലും മേലായാലും ഒന്നും കുഴപ്പമില്ലല്ലോ. വലിയ ഇഷ്ടമൊന്നും ഇല്ല കേട്ടോ. എന്നാലും അതും ഇതൊക്കെ പറഞ്ഞ് 1/2-1/4 കഴിക്കുള്ളൂ. എന്നാലും ഡെയിലി കൊടുക്കും. ഇപ്പൊ എണ്ണതേപ്പ് ഓളെ പ്രസവിച്ച മുതലും ഓള് ഇന്റെ അമ്മച്ചി ഉണ്ടാക്കണ ഈ ജെമീസ് ഓയിലാണ് കേട്ടോ തേക്കാറ്. ചെറിയ കുട്ടികളുള്ളവർക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ആക്കാറ് ഏത് എണ്ണയപ്പോ തേക്കുക ഏത് എണ്ണയപ്പോ തേക്കുക. ഒരു ബോട്ടിൽ ജെമീസ് ഓയിൽ ഒന്ന് വാങ്ങിച്ച് തേച്ച് നോക്കിയോക്കെ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടു കേട്ടോ. കുട്ടികളുടെ സ്കിന്നൊക്കെ ഒന്ന് ബ്രൈറ്റ് ആവാനും നല്ല സോഫ്റ്റ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും. കുട്ടികൾക്ക് മാത്രമല്ല നമ്മൾ വലിയവർക്കും തേക്കാട്ടോ. പ്രത്യേകിച്ച് ഈ സീസണിലൊക്കെ സ്കിന്നിന്റെ മൊളിച്ചലും ഒക്കെ മാറാൻ കയ്യുമ്മയും കാലുമ്മയും മുഖത്തൊക്കെ തേച്ച് കുളിച്ചാൽ മതി. തലയിൽ പിന്നെ ഞാൻ അവൾക്ക് നല്ല ആട്ടിയ വെളിച്ചെണ്ണ കേട്ടോ തേച്ച് കൊടുക്കാറ്. ഓളം മുടി ആകെ ഒരു പ്രാവശ്യമേ കളഞ്ഞിട്ടുള്ളൂ. ഇത് എല്ലാവരും ചോദിക്കാറ്. ഈ ബാത്ത് ടബ് നല്ലതാണെന്ന് എല്ലാവരും ചോദിക്കാറ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇങ്ങനെ വെള്ളത്തിലൊക്കെ കുളിപ്പിക്കാനും അങ്ങനെയൊക്കെ രസമാണ്. ഇതിന്റെ ആവശ്യമൊന്നുമില്ല തോന്നിക്കാൻ. ഇതൊക്കെ പിന്നെ വെറുതെ വേസ്റ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കൂലേ. ഇടയ്ക്കൊക്കെ ഇത് അങ്ങനെ വെള്ളമൊക്കെ നിറപ്പിച്ചൊക്കെ കുളിപ്പിക്കും. അതൊക്കെ അതിനൊക്കെ നല്ലതാണ് കേട്ടോ. അതിപ്പോ നമുക്ക് കുറച്ച് ബക്കറ്റിൽ വെള്ളമാക്കിയിട്ടും കുളിപ്പിക്കാലോ. സെബാമെഡിന്റെ സോപ്പും സെബാമെഡിന്റെ ഷാമ്പു ആണ് കേട്ടോ ഓള് യൂസ് ചെയ്യാറ്. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞതാ. യാമിക്കുട്ടിയുടെ ജെമീസ് ഓയിൽ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ ഇതാ കൊടുത്തിരിക്കണം. അതിലൊന്ന് മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. എല്ലായിടത്തേക്കും അയച്ചു തരും. കൊറിയർ ചാർജൊക്കെ ഫ്രീ ആണ്.